അദ്ദേഹം എന്ന അവധിയിലായതിനാലാണ് എനിക്ക് ഈ പകരക്കാരനായി ഇവിടെ എത്തേണ്ടി വന്നത്. കഴിഞ്ഞ വർഷം ഈ ഓണത്തിൻ്റെ പരിപാടിക്ക് ഇതുപോലെ തന്നെ ഞാനിവിടെ വന്നിരുന്നു, പങ്കെടുത്തിരുന്നു. ഇപ്പം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സാറിനെ ചുമതലപ്പെടുത്തിയിരുന്ന കർത്തവ്യം എന്ന് പറഞ്ഞാൽ എഴുത്തുകൂട്ടം വായനക്കൂട്ടം ഉദ്ഘാടനം എന്നുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ എഴുത്തും വായനയും സമ്മേളിക്കുമ്പോഴാണല്ലോ വലിയ സാംസ്കാരിക സംഗതികളൊക്കെ പിറവിയെടുക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാനിപ്പോൾ ഈ വന്ന സമയത്ത് ഞാൻ ഈ പ്രസിഡന്റിൻ്റെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം ഇവിടെ ഈ വലിയ ബഹുമാന്യ വ്യക്തിത്വങ്ങളായ പണിക്കർ സാറിൻ്റെയും കവാല നാരായണപ്പണിക്കർ സാറിൻ്റെയൊക്കെ ഈ സംഗതികളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വലിയൊരു പദ്ധതിക്ക് ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ കേട്ടു. അത് വലിയ സന്തോഷമുണ്ട്. ഒരു മിനിറ്റ് വീട്ടിൽ നിന്ന് അപ്പോൾ അത് അദ്ദേഹം ഞാൻ വേറെയും പല വേദികളിലും അദ്ദേഹം ഈ പഞ്ചായത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സംഗതിയാണ്. കാരണം വെച്ചാൽ ഈ പൈതൃക കാവാലം എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് അത്ര സംസാര മികവുള്ള ആളൊന്നുമല്ല. അപ്പം തന്നെയല്ല എൻ്റെ വിഷയവും ഈ പ്രസംഗങ്ങളല്ലല്ലോ. അപ്പോൾ എൻ്റെ വിഷയം അല്ല പ്രസംഗങ്ങളല്ല, എൻ്റെ തൊഴിലും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം വളരെ വാചാലനാണ്, സംസാരിക്കാനൊക്കെ നല്ല കഴിവുള്ള ആളാണ്. അപ്പം അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴത്തേക്ക് ഈ കാവാലം എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും നമ്മൾ ഈ കൈനടി നോക്കാം. ഞങ്ങളൊക്കെ പറയുമ്പോൾ വലിയ ഔദ്യോഗികമായ കാര്യങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ആരാ ചെയ്തു കൈനടി എസ് ഐയോ. അപ്പം ഞാൻ പിന്നെ തിരുത്തി പറയേണ്ടി വരും. കൈനടി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ പറയും കാവാലം എന്ന് പറയും. ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതാണ് നിങ്ങളുടെ ദേശത്തിൻ്റെ ഒരു പെരുമയെന്ന് പറഞ്ഞാൽ അതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കാവാലം എന്ന പേരിൽ തന്നെ നിങ്ങളെല്ലാവരും വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം കോട്ടയത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ ആ സ്ഥലം പറഞ്ഞാൽ പോലും ആരും അറിയത്തില്ല. എറികാണെന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്, പുതുപ്പള്ളിക്ക് അടുത്തൊരു സ്ഥലം. അപ്പം ഞാൻ പറഞ്ഞില്ല, അപ്പം നിങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ സ്ഥലം കൊണ്ട് നിങ്ങൾ വളരെ വലിയൊരു കർമ്മം ചെയ്തു തരാം. അങ്ങനെ ജനിക്കാൻ കഴിഞ്ഞവർ ഈ സ്ഥലവുമൊക്കെ അങ്ങനെ അതുപോലെയാണ്. അപ്പം ഞാൻ പറയുമായിരുന്നു, ഇപ്പോൾ ഈ സൂര്യ ക്ലബ്ബ് അതിന് വലിയൊരു ഭാഗം ഇതുപോലെയുള്ള പരിപാടികൾ നടത്തി ചെയ്യുന്നുണ്ട്. അതിന് പഞ്ചായത്തിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. ഞാൻ കണ്ടില്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്നായിരുന്നു, പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് ഭരണസമിതിയിൽ ഇരിക്കുന്ന എത്രത്തോളം കാലം അതിന് മുന്നോട്ടുള്ള പ്രവർത്തനം നടത്തും. പിന്നെ വേദിയിലൊക്കെ ഇരിക്കുന്ന വളരെ പ്രമുഖരായ ആൾക്കാരാണ്. അപ്പം തെറ്റ് കുറവൊന്നും പറയരുതല്ലോ, തെറ്റ് പറയരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. എന്നിൽ എത്തിച്ചിരുന്ന കർത്തവ്യം ഈ വായനക്കൂട്ടം എഴുത്തുകൂട്ടം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഇനിയും ഈ സൂര്യ ക്ലബിന് എല്ലാവിധ അടുത്ത വർഷവും ഇനിയും വർഷങ്ങളോളം വലിയ രീതിയിൽ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.